പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. KSEBയുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു, RCCB ഇല്ലാത്ത വീടുകളിൽ RCCB സ്ഥാപിക്കണമെന്നുള്ളത്. ഈ RCCB എന്താണെന്നും അതേപോലെ തന്നെ ഇത് സ്ഥാപിക്കുന്ന വഴി എന്തൊക്കെ ഗുണമാണ് നമുക്കുള്ളതെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ വൈദ്യുത ഉപകരണങ്ങളുടെ ലോഹഭാഗങ്ങളിൽ ഇൻസുലേഷനിൽ എന്തെങ്കിലും തകരാറുണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങളും ഉണ്ടോ വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ ആ ഉപകരണം പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വൈദ്യുതാഘാതം ഏൽക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രസ്തുത ഉപകരണത്തിലേക്കും സർക്യൂട്ടിലേക്കുമുള്ള വൈദ്യുതി പ്രവാഹം ഉടനടി നിർത്തി വൈദ്യുതാഘാതം ഒഴിവാക്കുന്നതിനുള്ള സംരക്ഷണ ഉപാധിയാണ് RCCB അല്ലെങ്കിൽ റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ELCB എന്നാണ് ഇതിന് പറയുന്നത്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നറിയപ്പെടുന്നത് യാഥാർത്ഥത്തിൽ RCCB എന്ന ഉപകരണമാണ്. ELCB എന്ന വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഉപകരണം ഇപ്പോൾ പ്രചാരത്തിലില്ല. അപ്പോൾ ELCB എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RCCB എന്തിനാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എർത്ത് ലീക്കായി പോകുക, അതേപോലെ തന്നെ വൈദ്യുത ഉപകരണങ്ങൾ എന്തെങ്കിലും തകരാറൊക്കെ വരുവാണെങ്കിൽ നമ്മളെ വീട്ടിലെ കറണ്ട്, അതായത് സർക്യൂട്ട് ട്രിപ്പായി പോകാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഉപകരണമാണ് RCCB എന്നുള്ളത്. അപ്പം പഴയ വീടുകളിലൊക്കെ സാധാ കട്ടൗട്ട് ഫ്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ വരുന്ന എല്ലാ പുതിയ വീടുകളിലും RCCB വെക്കാറുണ്ട്. അപ്പോൾ ഈ പഴയ വീടുകളിലും കൂടി ഇത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ എർത്തായി പോകുന്നതും അതേപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും വൈദ്യുതാഘാതം ഏൽക്കുന്നതിനൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് RCCB. ഇനി ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വൈദ്യുത സർക്യൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന RCCB ഫേസിലൂടെയും ന്യൂട്രലിലൂടെയും വരുന്നതും പോകുന്നതുമായ വൈദ്യുതി പ്രവാഹം ഒരേപോലെയാണോ എന്ന് സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ റിംഗ് രൂപത്തിലുള്ള കോറിലായിട്ട് 3 കോയിലുകൾ ചുറ്റിയിരിക്കുന്നുണ്ട്. അതിൽ ഒരു കോയിലിൽ ഫേസ് ലൈനിന് ശ്രേണിയായിട്ടും അടുത്തത് ന്യൂട്രൽ ലൈനിന് ശ്രേണിയായിട്ടും മൂന്നാമത്തെ കോയിൽ ട്രിപ്പിംഗ് മെക്കാനിസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫേസ് കോയിലും ന്യൂട്രൽ കോയിലും വിപരീത ദിശകളിൽ ചുറ്റിയതിനാൽ സാധാരണഗതിയിൽ ലീക്കേജ് ഇല്ലെങ്കിൽ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും തുല്യമായിരിക്കും. അപ്പം ഇരു കോയിലുകളിലും സൃഷ്ടിക്കുന്ന കാന്തിക മണ്ഡലങ്ങൾ പരസ്പരം നിർവീര്യമാക്കപ്പെടുന്നു. പരിണിത കാന്തിക മണ്ഡലം 0 ആയതിനാൽ റിലേ പ്രവർത്തിക്കുന്നില്ല. ഇനി സർക്യൂട്ടിൽ എവിടെയെങ്കിലും കറണ്ട് ലീക്കേജ് ഉണ്ടായാൽ ന്യൂട്രൽ കറണ്ടിൽ വ്യത്യാസമുണ്ടാവുകയും പരിണിത കാന്തിക മണ്ഡലം വർദ്ധിക്കുകയും ചെയ്യുന്നു. തൽഫലമായി റിലേ കോയിലിൽ ഒരു പൊട്ടൻഷ്യൽ വ്യതിയാനം അനുഭവപ്പെടുകയും കോയിൽ ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രിപ്പിംഗ് മെക്കാനിസം പ്രവർത്തിച്ച് വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ RCCBൻ്റെ റെസിജ്വൽ മാഗ്നറ്റിക് ഫ്ലെക്സിനാൽ ട്രിപ്പിംഗ് മെക്കാനിസം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിനെ റെസിജ്വൽ കറണ്ട് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. വൈദ്യുത അപകടങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ RCCB വയറിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ഥാപിക്കേണ്ടതാണ്. നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഇത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഇത് സ്ഥാപിക്കുന്നതിന് കൃത്യമായ സ്ഥലമുണ്ട്. അതായത് മികച്ച സുരക്ഷിതത്തിനായിട്ട് എനർജി മീറ്റർ കട്ടൗട്ട് ഫ്യൂസിൻ്റെ RCCB വഴി മെയിൻ സ്വിച്ചിലൂടെ DBയിലേക്ക് പ്രധാന വയർ പോകുന്ന തരത്തിൽ വേണം വയറിങ് ചെയ്യാൻ. അതായത് കട്ടൗട്ട് ഫ്യൂസ് RCCB വഴി മെയിൻ സ്വിച്ചിലൂടെ DBയിലേക്ക് പ്രധാന വയർ പോകുന്ന തരത്തിൽ വേണം വയറിങ് ചെയ്യാൻ. 30 mA റേറ്റിംഗ് ഉള്ള RCCB ആണ് വീടുകളിൽ ഉപയോഗിക്കേണ്ടതെന്നും ഓർക്കുക. RCCBയുടെ ടെസ്റ്റ് ബട്ടൺ മാസത്തിലൊരിക്കൽ അമർത്തി ഉപകരണം നന്നായി പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് നമ്മൾ വെറുതെ ഈ ഉപകരണം വെച്ചാൽ മാത്രം പോരാ, ഈ ഉപകരണം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് അതിലൊരു ടെസ്റ്റ് സ്വിച്ച് ഉണ്ട്, അത് നമ്മൾ മാസത്തിലൊന്നെങ്കിലും പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് റേറ്റിംഗ് കുറഞ്ഞ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ അത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ട്രിപ്പ് ആവത്തില്ല. അപ്പോൾ നല്ല RCCB തന്നെ വാങ്ങി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.